ഹായ്. അപ്പോൾ നമ്മൾ റിയാക്ടിന്റെ മൂന്നാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഇന്നുള്ളത്. അതിൽ ഇന്നത്തെ കാര്യം നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ റിയാക്ടിന്റെ ഡോം മാനിപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായി പറയാൻ പോകുന്നത്. കാരണം ഡോം മാനിപ്പുലേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഡോം മാനിപ്പുലേഷൻ നമ്മൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ വൈ റിയാക്ട് ജേസ് എന്നുള്ളതിന്റെ ഒരു കംപ്ലീഷൻ കിട്ടും. കാരണം എന്തിനാന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആദ്യത്തെ പാർട്ടിൽ, അതായത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു റിയാക്ട് എന്തിനാ ചൂസ് ചെയ്യണം എന്നുള്ളത്. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫ്രെയിം വർക്ക് ഉണ്ട്, പിന്നെ അതുപോലെ വ്യൂവിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഈ വ്യൂ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ റിയാക്ട് ജേസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഡോം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡോം. ഓക്കെ, ഡോം എന്ന് എന്താ വറീഡ് ആവണ്ട, അതും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ ഈ ഡോം എന്താന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. DOM എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നോർമലി ഒരു HTML പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാം, HTML വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് പോയി കണ്ടാൽ നോക്കിയാൽ ഒന്നും കൂടി എന്ത് ചെയ്യും മനസ്സിലാവും. കാരണം അതിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഡോം. എങ്കിലും ഈ വീഡിയോയിൽ ഇപ്പോൾ പുതിയതായി കാണുന്ന ആൾക്കാരും അവർക്ക് വേണ്ടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഡോം എന്തെന്ന് വെച്ചാൽ നോർമലി ഒരു HTML പേജ് റെൻഡർ ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, HTML പേജ് ഉണ്ട്, അതിൽ H1 ടാഗ്, അങ്ങനെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, എലമെന്റ്സ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ അത് റെൻഡർ ആവാന്ന് വെച്ചാൽ ഇപ്പൊ ഇനീഷ്യലി നമ്മൾ റൺ ചെയ്യും കോഡ്. ഇപ്പൊ HTML കോഡിന് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, ഹായ് വെൽക്കം ടു വെസ്ലൻ അല്ലെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു H1 ടാഗിൽ എഴുതി നമ്മൾ അത് റൺ ചെയ്യുന്ന ഓപ്പൺ ടു സെർവറിലേക്ക് നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം, VS കോഡിലൊക്കെ നമ്മൾ ഓപ്പൺ സെർവർ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മുടെ HTML പേജ് വെബ് ബ്രൗസറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആയ HTML ഇവിടെ ഒരു ഡോം ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ ഡോം ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡോം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എഴുതി കാണിക്കാൻ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. അത് ഒരു ഡോം, പിന്നെ ഒരു ഡോം, ട്രീ ടൈപ്പ്. ഓക്കെ, ട്രീ ടൈപ്പിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഡോം ഉണ്ടാവും. ഈ ഡോം ആണ് നമുക്ക് ശരിക്കും ഈ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്, ഇതാണ് ചൈൽഡ്, ഇതാണ് പേരന്റ് എന്നുള്ള രീതിയിൽ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹെഡ് ടാഗ് ഉണ്ടാവും. ഓക്കെ, ഹെഡിന്റെ കീഴിലാണ് ബോഡി വരിക. ബോഡിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഓരോ 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 ട്രീ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാ പോവുക. ട്രീ സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഓരോ HTML-ഉം ട്രീ സ്ട്രക്ചറിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ സ്ക്രീനിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ എഡിറ്ററിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഈ ഡോം എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഡോമിൽ H1 ആയിരിക്കാം, div ആയിരിക്കാം. ഓക്കെ, divന്റെ ഉള്ളിലാണ് H1 ഉള്ളിൽ A ടാഗ്, P ടാഗ്, അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് HTML കാണിച്ചത്. ഇപ്പൊ നോർമലി നമ്മൾ അങ്ങനെ ഒരു ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ വെൽക്കം ടു വെസ്ലൻ എന്ന് കൊടുത്തില്ല, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊടുക്കുമ്പോൾ അത് ഇനീഷ്യലി റെൻഡർ ആയിട്ടാണ് കാണുക. ഇനീഷ്യലി റെൻഡർ ആവാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇതിനെ ഒന്ന് എന്ത് ചെയ്യും, വെബ് ബ്രൗസർ ഒന്ന് അനലൈസ് ചെയ്യും മൊത്തം കോഡ്. ഓക്കെ, ആ മൊത്തം കോഡിനെ എടുത്ത് പിന്നീടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോം ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാത്തവരുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ ഡോം എന്താന്നുള്ളത് പ്രോപ്പറായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡോമിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒബ്ജക്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുമ്പോൾ ID എന്താണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഒബ്ജക്റ്റിന്, ആ ഒരു ഡോമിന്, ആ എലമെന്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം എന്നാണെങ്കിൽ ക്ലാസ് നെയിം ആയിരിക്കും. പിന്നെ ക്വരി അതൊക്കെ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഡൈനാമിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നോർമലി നമുക്ക് ഡൈനാമിക്കലി അതിന്റെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പോർഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്താൽ എൻറ്റയർ മറ്റേ HTML ആണ് റെൻഡർ ചെയ്യുന്നത് എൻറ്റയർ. അതായത് അതിനെയാണ് റിയൽ ഡോം എന്ന് പറയാം. അതായത് ഇനീഷ്യലി റെൻഡർ ആകുമ്പോൾ ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോം ഉണ്ട്, അതാണ് റിയൽ ഡോം. ഓക്കെ, അത് മനസ്സിലാക്കുക, റിയൽ ഡോം എന്നാണ് അതിന്റെ പേര്. ആ റിയൽ ഡോമിൽ ഉണ്ടാവും ഈ H1 ടാഗ്, P
പി ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇൻ കേസ് ഇനി നമ്മൾ ഡോമിൽ ഏതെങ്കിലും ഒരു ട്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മാറ്റി, ഫോർ എക്സാമ്പിൾ പി ടാഗിനെ മാറ്റി നമ്മൾ എ ടാഗ് ആക്കി മാറ്റി, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ മാറ്റി. ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എൻറ്റയർ ഇത് അപ്ലിക്കേഷൻ റീറെൻഡർ ആവും. റീറെൻഡർ ആവും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം റിഫ്രഷ് ആവും, പേജ് മൊത്തത്തിൽ റിഫ്രഷ് ആവും. ഓക്കെ, ഇതാണ് HTML നോർമലി നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ റിയാക്ട് ജെഎസ് ഉപയോഗിക്കുന്ന ടൈമിൽ ഇവിടെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പി ടാഗിന് നമ്മൾ പറഞ്ഞല്ലോ ഡോമിൽ എന്തുണ്ട്, പി ടാഗ് എന്നുണ്ട്, റിയൽ ഡോമിൽ പി ടാഗ് എന്നുണ്ട്. പി ടാഗിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ചേഞ്ച് ആകുമ്പോൾ എൻറ്റയർ ആപ്ലിക്കേഷനെ ബാധിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് റിയാക്ട് ജെഎസ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വെർച്വൽ ഡോം ആണ്. ഓക്കെ, റിയൽ ഡോമിൽ അപ്ഡേറ്റ് ചെയ്യൂല നോർമലി. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി പറയുകയാണ്, മനസ്സിലാക്കുക. അതായത് HTML ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കണ്ടന്റ് എഴുതുകയാണെങ്കിൽ ഇവിടെ റിയൽ ഡോം ക്രിയേറ്റ് ആവും. നോർമലി റിയാക്റ്റിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് എഴുതി അത് റൺ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ ബ്രൗസറിൽ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഡോം ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ ഡോമിന്റെ പേരാണ് റിയൽ ഡോം. ഓക്കെ, മനസ്സിലാക്കണം, റിയൽ ഡോം എന്നാണ് ഇതിന്റെ പേര്. റിയൽ ഡോം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ട്രീ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ എന്താണോ കോഡ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഡിവ് ആണ്, ഡിവിന്റെ അകത്ത് ഞാൻ H1 പിന്നെ എ ടാഗ്. ഇതൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഡിവ് ഇട്ടിട്ടുണ്ടാവും, ഡിവിന്റെ താഴത്ത് ഒരു H1 ടാഗ് ഉണ്ടാവും, H1 ടാഗിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു പി ടാഗ് ഉണ്ടാവും. ഓക്കെ, ഈ പി ടാഗിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയുള്ള പി ടാഗിനെ ചേഞ്ച് ചെയ്ത് ഈ എൻറ്റയർ ആപ്ലിക്കേഷൻ ഒന്നും കൂടി റീറെൻഡർ ആവും. മനസ്സിലായോ? ഒന്നും കൂടി റിഫ്രഷ് ആയിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാം. ബ്രൗസറിലൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ ടാബ് ഉണ്ടാവും, ടാബിൽ ഇങ്ങനെ എന്തെങ്കിലും കറങ്ങുന്ന കാണാം. എന്തെങ്കിലും ചേഞ്ച് ചെയ്താലോ, ഇപ്പോൾ നമ്മുടെ ബേസിക്കലി ഇപ്പോൾ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ഒക്കെ എടുത്തു കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ, ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എൻറ്റയർ ആപ്ലിക്കേഷൻ റീറെൻഡർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോമിൽ നമ്മൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായാൽ മതി, ഫോമിൽ ഫില്ല് ചെയ്തതൊക്കെ പോകും. ചില വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശം വെച്ചാൽ, ഇവിടെ റിയാക്ട് ഒക്കെ ഉപയോഗിക്കാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് നേരെ മറിച്ച് നമ്മൾ റിയാക്ട് ഒക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ ഇതെന്താവും, ഇതിനെ റിപ്ലേസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ റിയൽ ഡോം മാത്രമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ റിയൽ ഡോമിനെ ഒന്നിച്ച് ഒരു വെർച്വൽ ഡോം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോമും കൂടി ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് വഴിയോ അല്ലെങ്കിൽ ടെലിഗ്രാം വഴിയോ എന്ത് ചെയ്യാം, സംശയം ചോദിക്കാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വെർച്വൽ ഡോം എന്നുള്ള ഒരു കേസ് വരുന്നത്. ഡോം എന്താ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായാലും ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ എന്താന്നുള്ളത് ചോദിക്കുക, അല്ലാതെ കമന്റ് വഴി എന്ത് ചെയ്യുക, അറിയിച്ചാൽ മതി. നമ്മൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ തരുന്നതാണ്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒരു HTML പേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയാക്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഒരു ഡോം ക്രിയേറ്റ് ആവും. ആ ഡോമിന്റെ പേരാണ് റിയൽ ഡോം. ഓക്കെ, റിയൽ ഡോം. ഇനി HTML മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ എൻറ്റയർ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, റീറെൻഡർ ആവും. റീറെൻഡർ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആപ്ലിക്കേഷൻ റിഫ്രഷ് ആവും. പക്ഷെ അത് എന്ത് ചെയ്യും, എൻറ്റയർ ഡോമിനെയും ബാധിക്കും. ഈ ഡിവിനെയും പി ടാഗിനും H1 ടാഗും ഒന്നും കൂടി എന്ത് ചെയ്യും, ഇവിടെ ശരിക്കും വെച്ചാൽ H1 ടാഗും അതുപോലെ ഡിവും ഇവിടെ രണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം പീനെ ചേഞ്ച് ചെയ്ത് പി മാത്രം ചേഞ്ച് ചെയ്താൽ പോരെ, H1 ഒക്കെ എന്തിനാ ചെയ്യുന്നത്? ഇതിനു വേണ്ടി, ഈ കൺസെപ്റ്റിന് വേണ്ടിയാണ് വെർച്വൽ ഡോം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. വെർച്വൽ ഡോമിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു റിയൽ ഡോം ക്രിയേറ്റ് ആവും. റിയൽ ഡോം എന്ന് വെച്ചാൽ ഡിവ്, H1 ടാഗ്, നേരത്തെ പറഞ്ഞ P1 ടാഗ്, ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ 3 രീതിയിലാണ് ഇത് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഒന്നും കൂടി ക്രിയേറ്റ്, ഇതിന്റെ ഒരു കോപ്പിയും കൂടി എന്തുണ്ടാവും, ക്രിയേറ്റ് ആവും. ഓക്കെ, ഇതിനാണ് വെർച്വൽ ഡോം എന്ന് പറയാം. അപ്പൊ ഇവിടെ 2 ഡോം ഉണ്ട്, മനസ്സിലാക്കണം, 2 ഡോം ഉണ്ട്. ഇനി ഞാൻ എന്തെന്ന് വെച്ചാൽ റിയാക്ട് ഉപയോഗിച്ചുകൊണ്ട് പി ടാഗിനെ മാറ്റി എ ടാഗ് ആക്കി മാറ്റി. ഓക്കെ, എ ടാഗ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, റിയൽ ഡോമിനെ തൊടുന്നില്ല, റിയൽ ഡോം അവിടെ തന്നെ ഉണ്ട്. പിന്നെ നേരെ മറിച്ച് വെർച്വൽ ഡോമിൽ വന്ന് വെർച്വൽ ഡോമിന്റെ പി ടാഗ് ഉണ്ടല്ലോ, ആ പി ടാഗിനെ മാത്രം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ട് എ ആക്കി മാറ്റും. ഇവിടെ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, എൻറ്റയർ ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്യുന്നില്ല. ഇവിടെ നേരെ വെച്ച് റിയൽ ഡോമിനെയും വെർച്വൽ ഡോമിനെയും നോക്കും, റിയൽ ഡോമിലെ പീനെയും ഇവിടെ ചേഞ്ച് ആയിട്ടുള്ള എനെ കമ്പയർ ചെയ്ത് നോക്കും. ഇവിടെ എന്തായിട്ടുണ്ട്, കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ എന്തായിട്ടുണ്ടാവും, പി ടാഗ് എ ടാഗ് ആയി മാറിയിട്ടുണ്ടാവും.
ആ എ ടാഗിനെ മാത്രം, ആ ഡോമിനെ മാത്രം എന്ത് ചെയ്യും, റിപ്ലേസ് ചെയ്യും, റിയൽ ഡോമിലേക്ക് എന്ത് ചെയ്യും, റിപ്ലേസ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റിഫ്രഷ് നടക്കുന്നില്ല. കാരണം വെർച്വൽ ഡോം ഉണ്ടായതുകൊണ്ട് ഇതിനറിയാം എവിടെയാണെന്ന്. ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്, റിയൽ ഡോമും വെർച്വൽ ഡോമായിട്ട് ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. ആ കമ്പാരിസത്തിലാണ് ഇവിടെ ചേഞ്ച് ആയത്. ഈ ഒരു പ്രോസസ്സിങ്ങിനാണ് റീകൺസിലേഷൻ എന്ന് പറയാം. ഏതിൽ, റിയാക്റ്റിൽ റീകൺസിലേഷൻ. ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഡിഫിംഗ് അൽഗോരിതം, അതുപോലെ തന്നെ റീകൺസിലേഷൻ എന്താണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റീകൺസിലേഷൻ ഈ എൻറ്റയർ, അതായത് ഒരു ഡാറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ അത് വന്ന് ഇവിടെ കമ്പയർ ആക്കുന്നു, കമ്പയർ ചെയ്തതിന് ശേഷം ഇതിനെ റിപ്ലേസ് ചെയ്യുന്നു, ഈ മൊത്തം ഒരു പ്രോസസ്സിനാണ് റീകൺസിലേഷൻ എന്ന് പറയാ. അത് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്നതാണ്. മസ്റ്റായിട്ട് റിയാക്റ്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായി ചോദിച്ചിരിക്കും. മോസ്റ്റ് ഓഫ് കമ്പനീസ് ചോദിച്ചിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും ബുക്കും ഇതുപോലെ ഒരു സ്റ്റിക്കി നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. എന്തായാലും ഇങ്ങനെയുള്ള ടെക്നിക്കൽ വേർഡ്സ് വരുമ്പോൾ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒട്ടിച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മൈൻഡിൽ മറന്നു പോകില്ല. ഡിഫിംഗ് അൽഗോരിതം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിഫിംഗ് അൽഗോരിതം വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഡാറ്റ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞല്ലോ. ഡാറ്റ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും മനസ്സിലാക്കാതെ ഒരു സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒന്നും പറയാത്ത സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പഠിക്കാം. ഓക്കെ, ഡാറ്റ ചേഞ്ച് ചെയ്യാവുന്നു. ഓക്കെ, ഈ പി ടാഗിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വെർച്വൽ ഡോമിലാണ് എഫക്ട് ആവുന്നത്. വെർച്വൽ ഡോമിലുള്ള പി ടാഗിനെ മാറ്റി എ ടാഗ് ആക്കും. എന്നിട്ട് ഇവിടെ ഒരു കമ്പാരിസൺ നടക്കും. പ്രീവിയസ് ഡാറ്റ, അതായത് പ്രീവിയസ് ഡാറ്റ എന്തായിരുന്നു, പി ടാഗ് ആണോ, പി ടാഗും എ ടാഗുമായിട്ട് ഒരു കമ്പാരിസൺ നടക്കും. ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യും. ഈ ഒരു കമ്പാരിസത്തിന്റെ പേരാണ് ഡിഫിംഗ് അൽഗോരിതം എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പറയാം. അതുപോലെ തന്നെ റീകൺസിലേഷനെ കുറിച്ചും നമുക്ക് പിന്നീട് പറയാം. സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതൊന്നും കൂടി ഡീപ്പായിട്ട് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കി HTML നമ്മൾ റിയാക്റ്റിനെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ HTML ഈ പി ടാഗിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ, റീറെൻഡർ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അല്ല സോറി, ഈ പി ടാഗ് എന്നുള്ള കമ്പാരിസൺ ഉണ്ടല്ലോ, ആ ഒരു ഡോമിന് മാത്രം ഇനീഷ്യലി റെൻഡറിങ് നടക്കുമല്ലോ, അതുപോലെ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ്ലി നമ്മളെ പേജ് റിഫ്രഷ് ആവൂല. പിന്നെ നേരെ മറിച്ച് ആ ഒരു ഭാഗം മാത്രം, ആ ഒരു ഡോം മാത്രം എന്താണോ ചേഞ്ച് ചെയ്യുക, ആ ഒരു ട്രീ മാത്രം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ പി ടാഗ് ആണ് ചേഞ്ച് ചെയ്തത്, പി ടാഗ് മാത്രം. അതിൽ ഡിവ് തൊടേണ്ട ആവശ്യമില്ല, H1 തൊടേണ്ട ആവശ്യമില്ല. H1ഉം ഡിവും അവിടെ തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് എന്തിനാണോ ചേഞ്ച് ചെയ്തത് അത് മാത്രം ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഫാസ്റ്റ് ആണ് സംഭവം എന്ന് വെച്ചാൽ, എന്തില്ല, എൻറ്റയർ ആപ്ലിക്കേഷൻ റീറെൻഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ന്യൂ ആയിട്ട് ഒരു പേജ് എന്തായാലും തുടങ്ങൂല. പക്ഷെ നേരെ മറിച്ച് HTML ഉപയോഗിക്കുമ്പോൾ അത് ന്യൂ പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ പേജ്, അതായത് ന്യൂ HTML പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒന്നും കൂടി വീണ്ടും റീറെൻഡർ ചെയ്യുമ്പോൾ. പക്ഷെ റിയാക്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടി ഫാസ്റ്റ്, റിയാക്ട് ഫാസ്റ്റ് ആണെന്ന് പറയാനില്ല, ഒരു എന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ വെച്ചാൽ ഇത് മാത്രം എന്ത് ചെയ്യും നല്ല, അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ചേഞ്ച് ആവുകയും ചെയ്യും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി റിയാക്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഒരു ഉപകാരം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളത്, വൈ റിയാക്ട് ജേസ് എന്നുള്ളത് ഒന്നും കൂടി സ്ട്രോങ് ആയും തോന്നുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് വെച്ചാൽ, HTML പകരം എന്തുകൊണ്ട് നമ്മൾ എന്ത് റിയാക്ട് ജേസ് ഉപയോഗിക്കുന്നു, വെർച്വൽ ഡോം എന്താണ്, ഡിഫിംഗ് അൽഗോരിതം എന്താണ്, റീകൺസിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് നോക്കുക, ഇതൊന്ന് പ്രോപ്പറായിട്ട് നോക്കുക, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. അതായത് ജസ്റ്റ് ഞാൻ പറയുന്ന മാത്രമല്ലാതെ റിസർച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഡിഫിംഗ് അൽഗോരിതത്തെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി കിട്ടും. അവിടെ തന്നെ പറയുന്നുണ്ട് എന്ത് കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്, ഏത് രീതിയിൽ. അവിടെ ചിലപ്പോൾ ടെക്നിക്കൽ വേർഡ് വരാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്, സെറ്റ്, അതൊന്നുമില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ, നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പേജ് ഉണ്ട്. ആ പേജ് കമ്പോണന്റ് എന്നാണ് പറയാ. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ആ പേജിനുള്ളിൽ എന്ത് ചെയ്യുക, ഡാറ്റ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ഈ ഡാറ്റ, സോറി, ഒരു വേരിയബിൾ ആണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയാം. ഒരു വേരിയബിൾ രീതിയിൽ ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ സെറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഇതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഈ സ്റ്റേറ്റിന് നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നുള്ളതാണ്. ഓക്കെ, അത് വിടാതെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് JSX എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് നോർമലി റിയാക്ട് ഉപയോഗിക്കുന്നത് ഒരു HTML അല്ല, JSX ആണ്. JSX എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് XML എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ HTML തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റും ഉപയോഗിക്കാം. ഇപ്പൊ നോർമലി നമ്മൾ HTML ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ ഉപയോഗിക്കുക, ഒരു ഡൈനാമിക് ആയി കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. നോർമലി നമ്മൾ പോയിട്ട് എന്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഇവന്റ്സ് ഇറക്കും. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു എലമെന്റ് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ വെൽക്കം ടു മൈ ചാനൽ,
മൈ ചാനൽ എന്നുള്ളത് നമുക്ക് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലാക്കി മാറ്റണം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ മാറ്റിയിട്ട് എന്ത് ചെയ്യും, വെൽക്കം ടു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അവിടെ എന്താണെന്ന് വെച്ചാൽ HTML ഉപയോഗിക്കണം, വേറെ ഫയലാക്കിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോയി നോക്കിയാൽ മതി. ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോയിൽ അതുപോലെ HTMLന്റെ വെബ് ഡിസൈനിങ്ങിന്റെ ട്യൂട്ടോറിയലൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമുക്ക് JSX ഉപയോഗിക്കുകയാണെങ്കിൽ, റിയാക്ട് JSX ആണ് ഉപയോഗിക്കുന്നത്. JSX അതിലെന്താ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നോർമലി HTML ജാവാസ്ക്രിപ്റ്റ് കമ്പൈൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിൽ തന്നെ കോഡ് എഴുതാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് HTML തന്നെ എഴുതാൻ പറ്റും, HTML തന്നെ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിപ്പിച്ചു തരാം. അവിടെ JSX എന്താണ്, പിന്നെ അതുപോലെ തന്നെ JSX ഉപയോഗിക്കുമ്പോൾ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള പല സംശയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. JSX എന്താണെന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചെയിൻ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ നമ്മൾ ബേസിക് കോഡിങ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഒരു ചെയിൻ വൈസ് ആണ്, ഒരു ഇങ്ങനെ കൊളത്തുന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റാവുന്നതൊക്കെ കാണാം. അതായത് ബേസിക് കോഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ വീഡിയോ പോയാൽ എന്ത് ചെയ്യും, ജാവയിലാണ് നമ്മൾ ഒരു ബേസിക് കോഡിങ്. അവിടെ ജാവ എന്നുള്ള ഒരു ലാംഗ്വേജ് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്, ബേസിക് കോഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഡിലും എന്ത് ചെയ്യും, പെട്ടെന്ന് കിടക്കാൻ പറ്റും. മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജാവ പഠിച്ചു, ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് പ്രോപ്പറായി മനസ്സിലാവും. ജാവാസ്ക്രിപ്റ്റും കഴിഞ്ഞാൽ പിന്നെ പൈത്തൺ, എല്ലാത്തിനും നമ്മൾ ഏത് ബേസിക് കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു ടെക് എന്താ, ഒരു ബേസിക് കോഡിങ് എന്താന്നുള്ളത് ഒരു നോളജ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് വരുമ്പോൾ സ്വിച്ച് ചെയ്യുന്നുള്ളൂ, സിൻടാക്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, കുറച്ച് ലോജിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ബാക്കിയുള്ള ലോജിക്സ് ഒക്കെ ഒരുപോലെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇപ്പോൾ പാറ്റേൺ ആണെങ്കിലും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ്. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ച് തുടങ്ങുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നമ്മളെ ഫോം ഉണ്ട്. എല്ലാ ഈ റിയാക്ടിന്റെ എല്ലാ വീഡിയോസിന്റെയും കീഴിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോമിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക താല്പര്യമുള്ളവർക്ക്. അപ്പോൾ വീക്ക്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3 സെഷൻ ഉണ്ടാവും. അതായത് 1 hour ആയിരിക്കും 3 സെഷനിൽ. അതായത് ഒന്ന് മൺഡേ, പിന്നെ അതുപോലെ തന്നെ വെഡ്നെസ്ഡേ, സാറ്റർഡേ എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ അത് നമ്മൾ ഇതിനനുസരിച്ച് മാറിയേക്കാം. വീക്ക്ലി 3 സെഷൻ ലൈവ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവ്യൂസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താണോ ആ വീക്കിൽ ഒരു അസൈൻ ചെയ്യും. ഫസ്റ്റത്തെ വീക്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, സെക്കൻഡ് വീക്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഓരോ വീക്കിന്റെ തുടക്കത്തിൽ മൺഡേ എന്ത് ചെയ്യും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും പോകാനും പറ്റും. നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യും. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും സംശയം വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു വോയിസ് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയച്ചാൽ ഒന്നും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ഒരു മെൻറ്റർ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അടുത്ത് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ് വാച്ചിങ്.